അതായത് പരാജയം അംഗീകരിക്കാൻ അവർ തയ്യാറാവണം. കാരണം തെരഞ്ഞെടുപ്പിൽ വിജയവും പരാജയവും ഉണ്ടാവും, അത് ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ പരാജയത്തിന് അംഗീകരിക്കില്ല, വിജയം മാത്രമേ അംഗീകരിക്കുള്ളൂ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിന് ചേർന്നതല്ല. അതുകൊണ്ട് കാരണം മുഖ്യമന്ത്രി ഉൾപ്പെടെ ദിവസങ്ങളോളം തമ്പടിച്ച് പ്രവർത്തിച്ചിട്ടും UDF-ന് നല്ല വിജയമുണ്ടായി എന്നുള്ളത് അവർ അംഗീകരിക്കണം. കാരണം ഭരണ തുടർച്ച എന്നുള്ള അവരുടെ വ്യാമോഹം നിലമ്പൂരോടെ തള്ളിക്കളഞ്ഞിരിക്കുക. അതുകൊണ്ട് വിധി ജനങ്ങൾ UDF-ന് അനുകൂലമായിട്ടുള്ള വിധി നടത്തി കഴിഞ്ഞു. അത് ഭാവിയിൽ പഞ്ചായത്ത് ഇലക്ഷനിലും അസംബ്ലി ഇലക്ഷനിലും ഈ വിജയം ഞങ്ങൾ ആവർത്തിക്കും. അതിനുള്ള പ്രവർത്തനമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടി അംഗീകരിച്ചാൽ അംഗീകരിച്ചില്ലെങ്കിലും ഞങ്ങൾ അതൊരു പ്രശ്നമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഉപതെരഞ്ഞെടുപ്പായതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഒരു പാൻ കേരള ഇലക്ഷനിലേക്ക് പോകുമ്പോഴത്തേന് അതിന് ഉള്ള സംഘടനാ സംവിധാനത്തിൽ പാർട്ടി ഇപ്പോഴും സജ്ജമായിട്ടുണ്ടോ? പാർട്ടി ഞങ്ങളെ താഴെ തട്ടിൽ ഞങ്ങൾ സജ്ജമാക്കുന്നുണ്ട്. ഇപ്പം അതിൻ്റെ പ്രവർത്തനം പഞ്ചായത്ത് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ താഴെ തട്ടിൽ നടക്കുന്നുണ്ട്. വാർഡ് തലങ്ങളിൽ ഇപ്പോൾ നടത്തിയ മഹാത്മാഗാന്ധി കുടുംബ സംഗമങ്ങളൊക്കെ നല്ല സക്സസ് ആയിരുന്നു. അതുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവാണ്. അതുകൊണ്ട് ഒരു പഞ്ചായത്ത് ഇലക്ഷൻ നേരിടാൻ തക്കവണ്ണമുള്ള അടിത്തറ ഇന്ന് പാർട്ടിക്ക് ഉണ്ടായിക്കഴിഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ യോഗങ്ങൾ ചേർന്ന് കാര്യങ്ങൾ വിലയിരുത്തി മുന്നോട്ട് പോകും. അല്ല, അക്കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനം എടുക്കട്ടെ. കാരണം ആ കാര്യങ്ങളിൽ തീരുമാനം എടുക്കേണ്ട ഹൈക്കമാൻഡാണ്. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അങ്ങനെ വർക്കിംഗ് കമ്മിറ്റി അംഗം കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ എതിരാളിയെ നിരന്തരമായി സ്തുതിക്കുന്നത് അത് വളരെ അരോചകമാണ്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് ദിവസം നിലമ്പൂരിൽ തന്നെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളൊക്കെ അതൊക്കെ വളരെ ദൗർഭാഗ്യകരമാണ്. അതുകൊണ്ട് നടപടി വേണോ വേണ്ടേ എന്നുള്ള കാര്യം ഹൈക്കമാൻഡ് തീരുമാനമെടുത്ത് അറിയിക്കട്ടെ. ഞങ്ങളേതായാലും ഇതൊന്നും മൈൻഡ് ചെയ്യാണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയ്ക്ക് 1% വില നിലമ്പൂരത്തെ ജനങ്ങൾ കൽപ്പിച്ചിട്ടില്ല. അല്ല, അതിൽ ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ അജണ്ട ഇപ്പോഴില്ല. കാരണം അൻവർ മുമ്പ് UDF-ലേക്ക് ചേരണമെന്ന് പറഞ്ഞിട്ടുള്ള കത്ത് നൽകിയിരുന്നു. അതനുസരിച്ച് ഞങ്ങൾ തീരുമാനമെടുത്തു. പക്ഷെ ആ തീരുമാനത്തിന് ശേഷം UDF സ്ഥാനാർത്ഥിക്കെതിരെ അദ്ദേഹം പ്രവർത്തിച്ചു, സ്ഥാനാർത്ഥിയായി. അദ്ദേഹത്തിന് വോട്ട് കിട്ടിയൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ തുടർന്നുള്ള കാര്യങ്ങളൊന്നും ഞങ്ങളുടെ ചർച്ചയിൽ ഇപ്പോഴില്ല. അത് അദ്ദേഹം ചേരണോ വേണ്ടത് അദ്ദേഹം തീരുമാനിക്കുക. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു കത്ത് നൽകിയാൽ അന്ന് വരെ എനിക്ക് ഇന്നിപ്പോൾ അത് ഞങ്ങളുടെ അജണ്ടയില്ല. അല്ല, അതിൽ പ്രതിപക്ഷ നേതാവാണ് ഇലക്ഷന് നേതൃത്വം നൽകുന്നത്. സ്വാഭാവികമായിട്ടും ഒരു ടീം വർക്കിൻ്റെ ഫലമായിട്ടാണ് വിജയമുണ്ടായത്. അത് ശ്രീ സതീശൻ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം നല്ല രീതിയിൽ ഇലക്ഷന് നേതൃത്വം നൽകിയാൽ നമ്മൾ അംഗീകരിക്കണം. അത് അക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലും പാർട്ടി നേതാവ് എന്നുള്ള നിലയിലും ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ചിട്ടപ്പെടുത്തി അതനുസരിച്ച് മുന്നോട്ട് പോയി. അതൊരു പ്ലസ് പോയിൻ്റ് തന്നെയാണ്. ഇപ്പോൾ ഇങ്ങനത്തെ അൻവറിൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ട ചുമതല ഇപ്പോൾ ഞങ്ങൾക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ യാതൊരു രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ചേർക്കണം എന്ന് പറഞ്ഞിട്ടുള്ള കത്തോ ഒന്നും ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോഴില്ല. അതുകൊണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച വേണ്ട. വരുമ്പോൾ നമുക്ക് അന്ന് ആലോചിക്കാം. അത് പക്ഷേ ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റില്ല, എല്ലാവരും ചേർന്ന് തീരുമാനമെടുക്കണം. അല്ല, അദ്ദേഹം പറയുന്നതിന് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയ്ക്ക് നിലമ്പൂരെ ജനങ്ങൾ മറുപടി നൽകിയല്ലോ. ഞങ്ങൾ ജാതി മത ചിന്തകൾക്ക് അതീതമായിട്ടുള്ള ജനതയാണ് എന്ന് നിലമ്പൂർ ജനത തെളിയിച്ചു കഴിഞ്ഞു. പിന്നെ മുസ്ലിം ലീഗ് ഞങ്ങളുമായിട്ടുള്ള ബന്ധം തുടങ്ങിയത് 55 കൊല്ലമായി. അതിൻ്റെ കാരണം എന്താ? അവർ ഒരു ജോലി ഏറ്റെടുത്താൽ 100% ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നവരാണ്. അത് നിലമ്പൂരും ഉണ്ടായി. നിലമ്പൂർ സത്യത്തിൽ കോൺഗ്രസിനേക്കാൾ ആവേശത്തിൽ മുസ്ലിം ലീഗാണ് തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരുന്നത്. ഞങ്ങൾ പാർട്ടി സ്ഥാനാർത്ഥിനെ തീരുമാനിച്ചു, അവരേറ്റെടുത്തു.
രാഷ്ട്രീയ വിഷയങ്ങൾക്കാളുപരി ഉയർത്തിയത് ഈ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ഒരു ബന്ധം, ആ കൂട്ടുകെട്ട്, അത്തരത്തിലുള്ള കാര്യങ്ങൾ അതെല്ലാം ജനം തള്ളിക്കളഞ്ഞല്ലോ. കാരണം PDP-നെ തോളത്തിരുത്തിയിട്ടാണല്ലോ ഞങ്ങളെ കുറ്റം പറയാൻ വന്നത്. ഞങ്ങൾ ആരുടെ പിന്തുണ കിട്ടിയാലും സ്വീകരിക്കും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചു എന്ന് വിചാരിച്ച് അതിന് മറ്റൊരു അർത്ഥം ഇപ്പോൾ കൽപ്പിക്കേണ്ടതില്ല. അതുകൊണ്ട് ആ എല്ലാ അവരുടെ ആരോപണങ്ങളും പൂർണ്ണമായിട്ട് ജനം തള്ളിക്കളഞ്ഞു.